പുതിയ കഥയും കൊണ്ട് വന്നടേ തള്ള. പണ്ടത്തെക്കാളും കുറച്ചും കൂടി ഒരു വലിയ ഫെയിം ആയി എന്ന് തോന്നുന്നുണ്ടോ? പണ്ടത്തെക്കാളും കുറച്ചുകൂടെ വലിയ ഫെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് സെലിബ്രിറ്റി ആയി എന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഫെയിം ആണ് പണ്ടത്തെക്കാളും ഇപ്പോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഭയങ്കര വലിയ സെലിബ്രിറ്റി ആയി. വെറുതെ ചിരിപ്പിക്കരുത്, അവളോട് ചോദിക്കാനുള്ള പോയി ചോദിക്കും. ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നല്ലോ ലാലേട്ടനായിട്ടുള്ളത്, അത് കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു? ഒരു ഹാപ്പി മൊമെന്റ്. ഞാൻ പിന്നെ ഓക്കേ എന്ന് പറഞ്ഞു. മുമ്പും ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. ശരിക്കും മനസന്തോഷം കാരണമാണ് ഈ സൗന്ദര്യം ഇങ്ങനെ കൂടി 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 വരുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ, സീലിംഗ് ബ്യൂട്ടി അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. അല്ല, മനസന്തോഷം കാരണമൊന്നുമല്ല, നല്ല ഒന്നാന്തര ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് എടുത്തു. ഗ്ലൂട്ടാത്തയോൺ അറിയാലോ, അതിന്റെ സിറ്റിംഗ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. അതുപോലെ ഹെയറും എല്ലാം അങ്ങനെ എന്റെ സ്കിന്നിന്റെ എവറി ട്രീറ്റ്മെന്റ് അവരാണ് ചെയ്യുന്നത്. പിന്നെ എന്റെ പല്ലിനൊരു കുറച്ച് പ്രശ്നം ഉണ്ടാകും. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ചേച്ചി മാറുന്നുണ്ട്. അതെ, സ്ത്രീകൾക്ക് ചേച്ചി കൊടുക്കാൻ പറ്റുന്ന ഉപദേശം തരും. മുന്നോട്ട് തന്നെ പോവാ. ഞാൻ കണ്ടില്ലേ പോകുന്നത്, അത്രേ ഉള്ളൂ. നാളുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. എല്ലാം കൊളാബാ പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇങ്ങനെ ക്രിയേറ്റ് വരുന്നത്. നിങ്ങൾ തരും, ചെയ്യും. പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി പോയി, മാറ്റിക്കോളാം. ജീവിതം കൊളമാകാതിരുന്നാ മതി. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? പണ്ട് പിന്നെ ഞാൻ ഇതെല്ലാം മൈൻഡ് ചെയ്തിട്ട് ചില സമയമൊക്കെ വിഷമം വരും. പക്ഷെ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇപ്പൊ ഫേസ് എല്ലാത്തിനും ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഒക്കെ നല്ല രീതിയിൽ കട്ടിയായി. ഹാർട്ടൊക്കെ എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ. ഹാർട്ട് കട്ടിയായില്ല, മനസ്സൊക്കെ കല്ലായി. സോ നമുക്ക് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും നമുക്ക് വിഷയമല്ലാതായി. പപ്പായ അമ്മയും പറയാം അവരുടെ ഫോട്ടോ വരെ എടുക്കും. രേണുസുധീർ അച്ഛനും അമ്മയും അവരുടെ ഫോട്ടോ വരെ എടുത്തിട്ട് പോകുന്നത്. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഭയങ്കര വലിയ പ്രൗഡ് മൂമെന്റ് ആണ്. യെസ്, ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കണ്ട് സന്തോഷാനല്ലേ? ഉറപ്പായിട്ടു. ആയിരിക്കുന്ന എന്റെ പെണ്ണുമ്പിള്ളാന്ന് എനിക്ക് തന്നെ ഇപ്പൊ ഡൗട്ടായി. എന്നെ സംബന്ധിച്ച് എന്റെ ഹസ്ബൻഡ് മരിച്ചു. അതിനുശേഷമുള്ള സൈബർ ബുള്ളിങ്, അതിനുശേഷമുള്ള സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകൾ, തെറി, പ്രശ്നങ്ങൾ, കമന്റുകള്, ബാഡ് കമന്റുകൾ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഞാൻ വീട്ടിൽ ഇരുന്ന് അതൊന്നും ഇതൊന്നും കേൾക്കേണ്ട വരില്ല. പക്ഷെ ഞാൻ എന്റെ ഇഷ്ടത്തിന് പറന്നുയർന്നു. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്ന. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.